എനിക്കെപ്പോഴും മറ്റുള്ളവർ മാറണം. അവരും അതുപോലെ നമ്മുടെ മാറ്റങ്ങളെ കാത്തിരിക്കുന്നു. ഇത് സ്ഥിരമായി നടക്കുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ അവരും അവരുടെ മനസ്സിൽ നിങ്ങളുമുണ്ട്. അവർ വിചാരിക്കുന്നു നിങ്ങൾ ചേഞ്ച് ചെയ്യണമെന്ന്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അവർ ചേഞ്ച് ചെയ്യണമെന്ന്. ഇത് ആദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. തൊട്ടടുത്തിരിക്കുന്നവരാണെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും ഇത് പരസ്പരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്തകൾ പലപ്പോഴും വാക്കുകളായി പുറത്തേക്ക് വരുന്നു. ഇതേ വാക്കുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കുതർക്കങ്ങളിലേക്ക് നയിക്കുന്നു. വഴക്കുണ്ടാകുമ്പോൾ ഒരാൾ ജയിക്കും, മറ്റേയാൾ തോൽക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ തോൽക്കുന്നയാൾ, തോൽവി അനുഭവിക്കുന്നയാൾ എന്താണ് തോന്നുക? ഞാൻ തന്നെ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണം, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇതിനുശേഷം പറയുന്നു, എനിക്ക് ഈ ബന്ധത്തിൽ ഒരുപാട് സഹിക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ സഹിക്കുന്നു, എനിക്ക് സഹിക്കേണ്ടി വരുന്നു. സഹനം എന്ന വാക്കിനെ ഒരു നെഗറ്റീവ് വേർഡായിട്ടാണ് കണക്കാക്കുന്നത്. ടോളറൻസ്, എനിക്കിത് എപ്പോഴും ടോളറേറ്റ് ചെയ്യേണ്ടി വരുന്നു. ആർക്കാണോ സഹിക്കേണ്ടി വരുന്നത് അവർ ഈ ബന്ധത്തിലെ വിക്ടിമായാണ് കണക്കാക്കപ്പെടുന്നത്. എൻ്റെ കൂടെയുള്ളയാൾ എന്നെ കൺട്രോൾ ചെയ്യുന്നു, ഞാനത് സഹിക്കേണ്ടി വരുന്നു. ടോളറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി എങ്ങനെയുള്ളതാണ്? പോസിറ്റീവാണോ നെഗറ്റീവാണോ? ദ വേർഡ് ഇസ് ദ സെയിം. ടോളറൻസ്, സഹിക്കുക. അത് നെഗറ്റീവായാണോ പോസിറ്റീവായിട്ടാണോ ഫീൽ ചെയ്യുന്നത്? അതെ, നമ്മളതെങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം. സഹിക്കുക എന്നാൽ എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, വീട്ടിൽ, ജോലിസ്ഥലത്ത്, കൂട്ടുകാരിൽ നിന്നും അങ്ങനെ പലയിടങ്ങളിൽ നിന്നും സഹിക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ സ്വന്തം കുട്ടികളിൽ നിന്നുപോലും. ഭാര്യ, ഭർത്താവ്, മുതിർന്നവർ, ഇവരിൽ നിന്നു മാത്രമല്ല, യങ്ങർ ജനറേഷൻസിൽ നിന്നുപോലും നമുക്ക് ടോളറേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. യങ്ങർ ജനറേഷനെ ഓവർടേക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? എന്ത് സംഭവിക്കും? ബെൻഡിങ്. നിങ്ങളെക്കാൾ താഴെയുള്ളവരെ ശരിയായ പാതയിലൂടെ നയിക്കാൻ നിങ്ങൾക്ക് താഴേണ്ടി വരുന്നു. താഴുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്താണ് ഉണ്ടാവുക? ഫോർ എക്സാമ്പിൾ, ശക്തമായൊരു കൊടുങ്കാറ്റുണ്ടാവുമ്പോൾ വലിയ മരങ്ങൾ കടപുഴകി വീഴും. എന്നാൽ പുൽനാമ്പുകളോ? കാറ്റ് വരുമ്പോൾ പുല്ലുകൾ എന്താണ് ചെയ്യുക? ബെൻഡ്. അത് മരങ്ങൾക്ക് പറ്റില്ല. മരങ്ങൾ വലുതാണ്, ശക്തമാണ്. എന്നാൽ കൊടുങ്കാറ്റിന് മരത്തെ കടപുഴക്കിയെറിയാനാവും. എന്നാൽ ആ പുൽനാമ്പിനെ, ചെറിയൊരു പുൽനാമ്പിനെ കാറ്റിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് കാറ്റ് വരുമ്പോൾ താഴ്ന്നു നിൽക്കുന്നുണ്ട്. ഇനി പറയൂ, ഇതൊരു ദുർബലതയാണോ? ഇതൊരു വീക്ക്നെസ് ആണോ? അല്ല, നമ്മുടെ ശക്തിയാണ്. പക്ഷെ താഴ്മയോടെ നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് പറയാറുള്ളത്? ഞാൻ തന്നെ എപ്പോഴും താഴ്ന്നു കൊടുക്കണം. എന്നാൽ ഇത് ഒരു ശക്തിയാണ്. ഫിസിക്കലി താഴുന്നത് ഫ്ലെക്സിബിൾ ആക്കുന്നില്ലേ? അങ്ങനെ ചെയ്യാൻ കഴിയാത്തവരുടെ ബോഡി എങ്ങനെയായിരിക്കും? റിജിഡായിരിക്കും. എന്നാൽ ബെൻഡ് ചെയ്യാൻ കഴിയുന്നവരുടെയോ ഫ്ലെക്സിബിളാണ്. ഫ്ലെക്സിബിലിറ്റി ഹെൽത്തിയാണ്. താഴ്ന്നു കൊടുക്കുന്നതും ഹെൽത്തിയാണ്. ഇമോഷണലി താഴ്ന്നു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് എന്തിൻ്റെ ലക്ഷണമാണ്? എൻ്റെ മനസ്സിൻ്റെ അവസ്ഥയും സ്റ്റിഫാണ്, ഹെൽത്തി അല്ല. ഞാൻ വളരെ കർക്കശക്കാരിയാണ്. എനിക്കെൻ്റെ കുടുംബത്തിലും ജോലിസ്ഥലത്തും ഫ്രണ്ട്സിനോടുമൊക്കെ ഇതേ സ്വഭാവത്തോടു കൂടി തന്നെ നിൽക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും താഴില്ല. ഓരോ തവണയും ഈ കഠിന സ്വഭാവത്തോടെ താഴാതെ നിൽക്കുന്നത്
ആ മരത്തിനെ പോലെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ എന്തുമാകാം, എന്ത് വെല്ലുവിളിയുമാകാം. ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് തന്നെയായിരിക്കണമെന്നില്ല, എന്തുമാകട്ടെ. ഇതുവരെ താഴ്ന്നിട്ടില്ല എന്ന കാരണത്താൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയിട്ടുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോൾ അതിനെ മറികടക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ കഴിയുന്നില്ല. മാത്രമല്ല, ഇത് ജീവിതത്തിൽ ആഴത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സോ ബെൻഡിങ് ഇസ് എ സ്ട്രെങ്ത്. ഇനി മുതൽ എനിക്ക് സഹിക്കേണ്ടി വരുന്നു എന്ന് പറയരുത്. എനിക്ക് സഹിക്കേണ്ടി വരുന്നു എന്നല്ല, ഞാനത് ചൂസ് ചെയ്തു എന്നാണ് പറയേണ്ടത്. ചെറിയൊരു വാക്കിൻ്റെ വ്യത്യാസം. സഹിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ വഴിയില്ല, അതുകൊണ്ട് ചെയ്യേണ്ടി വന്നു. ഞാനതിൽ വിക്ടിമാണ്. ഞാനിത് ചൂസ് ചെയ്തു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനാണിത് നിയന്ത്രിക്കുന്നത്. സ്ഥിരമായി എന്തെങ്കിലും ഒന്ന് സഹിക്കേണ്ടി വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? നിശബ്ദമായി പ്രതികരിക്കാതെ പോട്ടെ എന്ന് കരുതുന്നത്. ഇതെല്ലാം ഒരുതരം സഹിക്കൽ തന്നെയാണ്. എന്തു തന്നെയായാലും പോട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒന്നും മിണ്ടാതെ സഹിക്കാമെന്നൊരു തീരുമാനമെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ ഘടകം എന്താണ്? കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ. അതെ, വീട്ടിൽ ഐക്യവും സമാധാനവും അത്യാവശ്യമാണ്. രണ്ടുപേരും ഒരുപോലെ കടുംപിടുത്തത്തോടെ നിന്നാൽ വീടിന്റെ അന്തരീക്ഷമാകെ മാറിപ്പോകും. അതിനാൽ ഒരാൾ താഴ്ന്നു കൊടുക്കുന്നു. ഓക്കെ, ഇനി മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ സഹിക്കാനായി പ്രേരിപ്പിക്കുന്നത്? കുടുംബത്തോടുള്ള ഞാൻ താഴ്ന്നു കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ ഒന്നിച്ചു നിർത്തുകയാണ്. ഞാൻ എൻ്റെ ഫാമിലിയുടെ ഐക്യത്തെയാണ് ഇവിടെ മാനിക്കുന്നത്. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണെങ്കിലും അതും ഒരു കുടുംബമാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലും വിട്ടുവീഴ്ച അത്യാവശ്യമാണ്. സഹിക്കാതെ ആ വീട്ടിൽ നിന്നും പോവാൻ എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? താഴ്ന്നു കൊടുത്തു. ഐ ചൂസ് ടു ബെൻഡ്. താഴ്ന്നു കൊടുക്കുന്നതിലൂടെ ഞാൻ എൻ്റെ ഈഗോയേക്കാൾ പ്രാധാന്യം കുടുംബത്തിനാണ് നൽകുന്നത്. ഈഗോ ഒരിക്കലും താഴാൻ സമ്മതിക്കില്ല. എന്നാൽ വിവേകം പറയും, സാരമില്ല, ഫാമിലിയാണ്. വടംവലി എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല. സോ താഴ്ന്നു കൊടുക്കുന്നു. അന്ന് അവർക്ക് മുൻപിൽ താഴ്ന്നു കൊടുത്തതുകൊണ്ട് തന്നെയാണ് 50 വർഷമായിട്ടും എൻ്റെ കുടുംബം എൻ്റെ കൂടെയുള്ളത്. ബിക്കോസ് ഞാൻ അന്ന് താഴ്ന്നു കൊടുത്തു. ഇന്നെനിക്ക് മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. ഇന്നെൻ്റെ കൂടെയുള്ളവരെല്ലാവരും അന്ന് ഞാൻ ഉറപ്പിച്ചു നിർത്തിയ ആ വേരുകളിലാണ് ഇന്നെൻ്റെ കൂടെയുള്ളത്. അതാണ് സഹനം അഥവാ ടോളറൻസ്. സോ ഇതൊരു ശക്തിയാണോ ദുർബലതയാണോ? ശക്തിയാണ്. ആദ്യ പാഠം ഉറപ്പിക്കാം. ഞാൻ ഒരു വിക്ടിമിനെ പോലെ സഹിക്കേണ്ടി വന്നു എന്ന് പറയരുത്. സഹിക്കേണ്ടി വന്നതല്ല, നമ്മൾ ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ചെയ്യേണ്ടി വരുന്നതായി ഒന്നും തന്നെയില്ല. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ട് സഹിക്കേണ്ടി വന്നു എന്ന് പറയരുത്. നിങ്ങളുടെ മുന്നിൽ ധാരാളം വഴികളുണ്ടായിരുന്നു. ഒരാൾ നിങ്ങൾക്ക് നേരെ തോക്കു ചൂണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾക്കത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സഹിക്കേണ്ടി വന്നു എന്നൊരിക്കലും പറയരുത്. ധാരാളം ചോയ്സസ് ഉണ്ടായിരുന്നു, നമ്മളത് സ്വീകരിച്ചില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള ചോയ്സ് എക്കാലത്തും ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ അനുസരിക്കാതിരിക്കാനുള്ള ചോയ്സും ഉണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ചോയ്സസ് ഉണ്ടായിരുന്നു. വീട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നു. ഇത്രയധികം ചോയ്സസ് ഉണ്ടായിട്ടും ആ സാഹചര്യങ്ങളിൽ താഴ്ന്നു നിൽക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. ചോയ്സസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നത് നമ്മളെ ദുർബലനായ വ്യക്തിയായി സ്വയം തോന്നിപ്പിക്കും. എനിക്ക് ശക്തിയില്ല, മറ്റെല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമുണ്ട്. ഓൺലി പവർഫുൾ പീപ്പിൾ ക്യാൻ ബെൻഡ്. ഓൺലി പവർഫുൾ പീപ്പിൾ ക്യാൻ ബെൻഡ്. നിങ്ങൾ താഴ്ന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ ആ ഗുണത്തെ, ആ സഹനശക്തിയെ നിങ്ങൾ അഭിനന്ദിക്കണം.
അപ്രിഷിയേറ്റ് യുവർ സെൽഫ് ദാറ്റ് ഡേ. ഇന്ന് ഞാൻ അവർക്ക് മുന്നിൽ താഴ്ന്നു കൊടുത്തു. അങ്ങനെ അനേക തവണയാകുമ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം സഹിക്കുന്നു എന്ന് നിങ്ങൾ എണ്ണാതെയാകും. അന്ന് ഞാൻ സഹിച്ചു, അന്ന് അവർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതും സഹിച്ചു, അവർ വന്നപ്പോൾ ഞാൻ സഹിച്ചു. എല്ലായ്പ്പോഴും ഞാൻ തന്നെയാണ് താഴേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള എണ്ണലുകൾ അവസാനിക്കും. കാരണം താഴുന്നത് നോർമലായൊരു കാര്യമായി മാറും. ഇത് താഴെ വീണൊരു സാധനം എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഫ്ലെക്സിബിളായ ഒരാൾക്കേ അതെടുക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർ എന്തു പറയും? എൻ്റെ നടുവേദനിക്കും. ബോഡി വളരെ സ്റ്റിഫാണ്. താഴ്ന്നെടുക്കുമ്പോൾ അവരത് കൗണ്ട് ചെയ്യാറില്ല. 1, 2, 3 3 തവണ ഞാൻ താഴുന്നു. കാരണം ഇത് നോർമലാണ്. ഞാനെന്തോ ഡിഫറൻ്റായി ചെയ്യുകയാണെന്ന് തോന്നില്ല. കാരണം ഇത് നമുക്ക് ഈസിയാണ്. വേറൊരാൾക്ക് എടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ പറയും, ഡോണ്ട് വറി ആൻറ്റി, ഞാൻ എടുത്തു തരാം. ശരിയല്ലേ? അങ്ങനെ പറയാറില്ലേ? അവർക്കത് എടുക്കാൻ പറ്റുന്നില്ല, അതവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അവരെ സഹായിക്കും. ഫിസിക്കലി നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മെൻ്റലിയും ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ബെൻഡിങ് ഈസ്, പറയൂ, ബെൻഡിങ് ഈസ് സ്ട്രെങ്ത്, ബെൻഡിങ് ഈസ് ഹെൽത്തി. ആരാണോ ഏറ്റവും അധികം താഴ്ന്നു കൊടുക്കുന്നത് അവർക്ക് മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകില്ല. കാരണം അവർക്കറിയാം. ആളുകളോട് മാത്രമല്ല താഴ്ന്നു നിൽക്കേണ്ടി വരാറുള്ളത്, റിലേഷൻഷിപ്സിൽ മാത്രമല്ല, ചില സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നു. അതിൽ ആളുകളുണ്ടാകില്ല. ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകേണ്ടി വരും, സ്വീകരിക്കേണ്ടി വരും, പല കാര്യങ്ങളും ചേഞ്ച് ചെയ്യേണ്ടതായി വരും. ഇതും ഒരു തരത്തിൽ സഹനമാണ് സിറ്റുവേഷൻസുമായി. സോ ബെൻഡിങ് ഹെൽത്തിയാണ്.